നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് ഭാഗം 63. ഇതിനു മുന്നേയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. $5530 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, അമേരിക്കയിലെ നാണയം ഏതാണ്? ഡോളർ ആണ് അമേരിക്കയിലെ നാണയം. കേരളത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ MLA ആരാണ്? കേരളത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തിലൂടെ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ MLA ആരാണ്? ആർ ബാലകൃഷ്ണപിള്ള. വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായത് ആരാണ്? ഉമ്മിണിത്തമ്പി. അപ്പോൾ ഉമ്മിണിത്തമ്പിയാണ് വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിലെ ദിവാനായത്. മുംബൈയിലെ ദാദറിന് സമീപം ആരുടെ സമാധി സ്ഥലമാണുള്ളത്? മുംബൈയിലെ ദാദറിന് സമീപം ആരുടെ സമാധി സ്ഥലമാണുള്ളത്? BR അംബേദ്കറുടെ സമാധി സ്ഥലമാണുള്ളത്. ഒരു ലിങ്ക് എത്ര ഇഞ്ചാണ്? 7.92. അപ്പോൾ 7.92 ഇഞ്ചാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത്. 1 ലിറ്റർ ജലത്തിന് എത്ര ഭാരമുണ്ടാകും? 1 കിലോ. 1 ലിറ്റർ ജലത്തിന് 1 കിലോയാണ് ഭാരം. മൂകനായിക് എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കറുടെ പ്രസിദ്ധീകരണമാണ് മൂകനായക്. ഡോക്ടർ BR അംബേദ്കർ. ഒരു ഒളിമ്പിക്സിൽ 6 സ്വർണം നേടിയ ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റിൻ ഓട്ടോ ആണ് ഒരു ഒളിമ്പിക്സിൽ 6 സ്വർണം നേടിയ ആദ്യ വനിത. മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അടിമത്തമില്ലാത്ത ഏക വൻകരയാണ് അന്റാർട്ടിക്ക. അപ്പോൾ അടിമത്തമില്ലാത്ത ഏക വൻകര ഏതാണ്? അന്റാർട്ടിക്കയാണ്. ഒരു വിഭാഗത്തിൽ നിന്നും മാത്രമായി ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയത് സെഡ്രിക് ഗിബൺസ് ആണ്. ഒരു വിഭാഗത്തിൽ നിന്നും മാത്രമായി ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയത് സെഡ്രിക് ഗിബൺസ്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ആമസോൺ നദി പതിക്കുന്നത്. കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അപ്പൊ ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ് കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. ആനി ബസന്ത് വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച വർഷം? 1898 ആനി ബസന്ത് വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചത്? വാരണാസിയിലാണ് സ്ഥാപിച്ചത്. വർഷം 1898. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ്? T പ്രകാശമാണ് ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ്. ഫ്രാൻസിലെ ഏത് മ്യൂസിയത്തിലാണ് ഡാവിഞ്ചിയുടെ വിഖ്യാതമായ മൊണാലിസ എന്ന പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത്? ലുവ്ർ മ്യൂസിയം. അപ്പോൾ ഫ്രാൻസിലെ ലുവ്ർ എന്ന മ്യൂസിയത്തിലാണ് ഡാവിഞ്ചിയുടെ വിഖ്യാതമായ മൊണാലിസ എന്ന പെയിന്റിംഗ് സൂക്ഷിച്ചിരിക്കുന്നത്. ലുവ്ർ. വോയിസ് ഓഫ് ഇന്ത്യ രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ രചിച്ചത്. ഫെഡറൽ ഭരണ സംവിധാനമുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അധികാര വിഭജനം. അപ്പോൾ ഫെഡറൽ ഭരണ സംവിധാനമുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? അധികാര വിഭജനമാണ്. കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ച വർഷം? 1982 കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വർഷം ഏതാണ്? 1982. ആഗ്ര നഗരം സ്ഥാപിച്ചത് ആരാണ്? സിക്കന്ദർ ലോധിയാണ് ആഗ്ര നഗരം സ്ഥാപിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. ഏറ്റവും കുറവ് എവിടെയാണ്? വയനാടാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആവലാതി ചങ്ങല അഥവാ നീതി ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. ആവലാതി ചങ്ങല അഥവാ നീതി ചങ്ങല സ്ഥാപിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ജഹാംഗീർ ആണ്. ആവലാതി ചങ്ങല നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഷാജഹാൻ ആണ്. ആവലാതി ചങ്ങല അഥവാ നീതി ചങ്ങല നിർത്തലാക്കിയ മുഗൾ ചക്രവർത്തി ഷാജഹാനും സ്ഥാപിച്ചത് ജഹാംഗീറും ആണ്. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ക്ലോറിൻ.
അപ്പോൾ ക്ലോറിനേഷനിലൂടെ വെള്ളം ശുദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ക്ലോറിൻ ആണ്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. ജൂൺ 19 വായനാ ദിനം. അപ്പോൾ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുമ്പോൾ ആരായിരുന്നു മുഗൾ ചക്രവർത്തി? അക്ബർ ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുമ്പോൾ മുഗൾ ചക്രവർത്തി. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് എന്നാണ്? 1984 ഒക്ടോബർ 31. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യം? നോർവേ. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി നോർവേയെ ആക്രമിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യമാണ് പോളണ്ട്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യം ഏതാണ്? പോളണ്ടാണ്. അമേരിക്കയിലെ പ്രധാന മതം ഏതാണ്? ക്രിസ്തുമതമാണ് അമേരിക്കയിലെ പ്രധാന മതം. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്? ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്. ആസ്പിരിന്റെ രാസനാമം എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നതാണ് ആസ്പിരിന്റെ രാസനാമം. ഇന്ത്യൻ സംഗീതത്തിന് സിത്താറിനെ പരിചയപ്പെടുത്തിയത് അമീർ ഖുസ്രു ആണ്. അപ്പം ഇന്ത്യൻ സംഗീതത്തിന് സിത്താറിനെ പരിചയപ്പെടുത്തിയത് ആരാണ്? അമീർ ഖുസ്രു ആണ്, ഇന്ത്യയുടെ തത്ത. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടൻ? MGR. അപ്പൊ MGR ആണ് ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടൻ. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ് ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. ഏതാണ്? അമോണിയം ക്ലോറൈഡ്. മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ്? JB കൃപലാനിയുടെ ആത്മകഥയാണ് മൈ ടൈംസ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷിയാണ് കാക്ക. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി ഏതാണ്? കാക്കയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് സമ്മേളിക്കുന്ന കൊട്ടാരം വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരമാണ്. വെസ്റ്റ് മിൻസ്റ്റർ കൊട്ടാരത്തിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. എവിടെയാണ്? വെസ്റ്റ് മിൻസ്റ്റർ കൊട്ടാരം. പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി. അപ്പൊ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അൺഅക്കാഡമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലേൺ ഫ്രം ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഫോർ കേരള PSC അക്രോസ് ഇന്ത്യ. ഇന്ത്യയിൽ ഉടനീളമുള്ള കേരള PSCക്ക് വേണ്ടി ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ 1 രൂപ പോലും കൊടുക്കാതെ ഫ്രീ കണ്ടന്റ് നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുന്നേ അൺഅക്കാഡമിയുടെ ഫ്രീ കണ്ടന്റ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറയാം. സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ്, അതായത് നമ്മൾ പൈസ കൊടുത്ത് ലൈവ് ക്ലാസ്സസ് കാണുന്നത് പോലെ തന്നെ ഫ്രീ ആയിട്ട് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സസ് എടുത്തു തരികയാണ്. സ്പെഷ്യൽ മാരത്തോൺ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സമയം പോലും ഗ്യാപ്പ് ഇല്ലാതെ തുടർച്ചയായിട്ട് നല്ല നല്ല ക്ലാസ്സസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് സ്പെഷ്യൽ മാരത്തോൺ ക്ലാസ്സസ്. ഇതിനും 1 രൂപ പോലും നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഡെയിലി ടെസ്റ്റ് സീരീസ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഫലപ്രദമായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡെയിലി ടെസ്റ്റ് സീരീസ് അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്യൂസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺലിമിറ്റഡ് റെക്കോർഡ് സെഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതവിടെ റെക്കോർഡായിട്ട് കിടക്കും. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കാണാൻ പറ്റും. ഇതെല്ലാം തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അത് നോക്കാം. അപ്പോൾ അൺഅക്കാഡമി പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്യുക. അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സൈനപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് മറ്റു വിവരങ്ങൾ കൊടുത്ത് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം കോഴ്സിന്റെ ഇവിടെ കേരള PSC എന്ന് ചൂസ് ചെയ്യുക. കാരണം അൺഅക്കാഡമി കേരള PSC മാത്രമല്ല SSC, ബാങ്കിങ്, റെയിൽവേ മുതലായ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും കോച്ചിങ് നൽകുന്നുണ്ട്. അപ്പം കോഴ്സിന്റെ അവിടെ എന്ത് സെലക്ട് ചെയ്യുക? കേരള PSC എന്ന് സെലക്ട് ചെയ്യുക. കേരള PSC എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കോഴ്സ് ഇവിടെ കാണാൻ പറ്റും. പ്ലസ് ഫ്രീ ലൈവ് ക്ലാസ്സസ്, അതർ കോഴ്സസ്. ഇതിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് ആണ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്യുക. ഫ്രീ ലൈവ് ക്ലാസ്സസ് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത്? അപ്പോൾ അവരൊരു കോഡ് ചോദിക്കും.
ആ കോഡിന്റെ അവിടെ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഞങ്ങളുടെ റെഫറൽ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന എൻ്റർ ഇൻവൈറ്റ് കോഡിന്റെ അവിടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സ്പേസ് ഒന്നുമില്ല, ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ ക്ലാസ്സസും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ റെഫറൽ കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ്. അപ്പോൾ ഈ കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നേരത്തെ പറഞ്ഞ ലൈവ് ക്ലാസ്സസ്, ഡെയിലി ക്യൂസസ്, മാരത്തോൺ ക്ലാസ്സസ്, എല്ലാ ക്ലാസ്സസും ₹1 പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. റെഫറൽ കോഡ് മറക്കാതിരിക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം 33 ആണ്. അപ്പൊ ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നോക്കാം. എത്രാം വയസ്സിലാണ് മഹാനായ അലക്സാണ്ടർ അന്തരിച്ചത്? 33-ാം വയസ്സിലാണ് മഹാനായ അലക്സാണ്ടർ അന്തരിച്ചത്. 33-ാം വയസ്സിൽ. കുളയട്ടയുടെ ശരീരത്തിലെ സെഗ്മെന്റുകളുടെ എണ്ണം എത്രയാണ്? 33 സെഗ്മെന്റ്സ് ആണ് കുളയട്ടയുടെ ശരീരത്തിലുള്ളത്. 33 സെഗ്മെന്റ്സ് ആയിട്ടാണ് കുളയട്ടയുടെ ശരീരം ഡിവൈഡ് ചെയ്തേക്കുന്നത്. യേശുക്രിസ്തു എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു? 33 വയസ്സുവരെയാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നത്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിന്റെ എത്ര ശതമാനം വനം വേണം? 33% വനം വേണം. മനുഷ്യന്റെ നട്ടെല്ലിലെ ആകെ കശേരുക്കൾ എത്രണ്ണമുണ്ട്? 33 കശേരുക്കളുണ്ട് മനുഷ്യന്റെ നട്ടെല്ലിൽ. ഭരണഘടനയുടെ 73-74 ഭേദഗതിയിലൂടെ സ്ത്രീകൾക്ക് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം സംവരണമാണ് ഏർപ്പെടുത്തിയത്? 33% ഇപ്പോൾ അത് എത്ര ശതമാനമാക്കി? 50% ആക്കിയിട്ടുണ്ട്. ആഴ്സനിക്കിന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 33 ആഴ്സനിക്കിന്റെ അറ്റോമിക സംഖ്യ. എത്രാം വയസ്സിലാണ് സ്വാതി തിരുനാൾ രാജാവ് അന്തരിച്ചത്? സ്വാതി തിരുനാൾ രാജാവ് അന്തരിച്ചതും 33-ാമത്തെ വയസ്സിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ രോഗാണുവാണ് ബാസിലസ് ഹീമോഫിലസ്. അപ്പോൾ ബാസിലസ് ഹീമോഫിലസ് ആണ് ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ രോഗാണു. ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? PV നരസിംഹറാവു ആണ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, PV നരസിംഹറാവു. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുലശേഖരവർമ്മയാണ് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുലശേഖരവർമ്മയാണ്. ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. AB നെഗറ്റീവ് ആണ് ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പ്. ടെറ്റനസിന് കാരണമായ രോഗാണുവാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. അപ്പൊ ക്ലോസ്ട്രീഡിയം ആണ് ടെറ്റനസിന് കാരണമായ രോഗാണു. കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല കാക്കനാടാണ്. അപ്പൊ കാക്കനാടാണ് കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല, കാക്കനാട്. ആദ്യത്തെ തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പറവൂർ TK നാരായണപിള്ള. TK തിരുക്കൊച്ചി എന്ന് വായിച്ചാൽ മതി. അപ്പൊ പറവൂർ TK നാരായണപിള്ളയാണ് തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത്. പറവൂർ TK നാരായണപിള്ള. ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ യൂണിവാക്ക്. അപ്പൊ യൂണിവാക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. യൂണിവാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ്. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഏത് രോഗത്തിനുള്ളതാണ്? അതിസാരത്തിനുള്ളതാണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവിയാണ് തേള്. അപ്പൊ തേളിന്റെ എവിടെയാണ് വിഷം? വാലിലാണ് വിഷം. ഓസ്റ്റർലിറ്റ്സ് യുദ്ധം നടന്ന വർഷം 1805 ഓസ്റ്റർലിറ്റ്സ് യുദ്ധം നടന്നത്. ഓസ്റ്റർലിറ്റ്സ് യുദ്ധം ഏത് വർഷമാണ് നടന്നത്? 1805 നടന്നത്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗമാണ് അനോക്സിയ. അനോക്സിയയാണ് ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗം, അനോക്സിയ. ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം അലഹാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അലഹാബാദ്. മൈത്രാക വംശത്തിന്റെ തലസ്ഥാനം വല്ലഭി. മൈത്രാക വംശത്തിന്റെ തലസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വല്ലഭി. ബ്രിട്ടനിലെ കിരീടാവകാശിയുടെ സ്ഥാനപ്പേര് പ്രിൻസ് ഓഫ് വെയിൽസ്. പ്രിൻസ് ഓഫ് വെയിൽസ് എന്നതാണ് ബ്രിട്ടനിലെ കിരീടാവകാശിയുടെ സ്ഥാനപ്പേര്, പ്രിൻസ് ഓഫ് വെയിൽസ്. യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 44. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് 44 എന്ന് പറയുമ്പം അവിടെ തന്നെ ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് 44. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇംഗ്ലീഷ് ചിത്രം ഏതാണ്? കോർട്ട് ഡാൻസർ. കോർട്ട് ഡാൻസർ എന്നതാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇംഗ്ലീഷ് ചിത്രം. ജി എന്നറിയപ്പെട്ടത് ആര്? ജി ശങ്കരക്കുറുപ്പാണ് ജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്. ബ്രഹ്മപുരം ഡീസൽ നിലയം ഏത് ജില്ലയിലാണ്? എറണാകുളം. അപ്പോൾ ബ്രഹ്മപുരം താപനിലയം, ഡീസലാണ് അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം, ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിൽ
ക്ലാസിക് ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ ഏതാണ്? സംസ്കൃതം. 2005 സംസ്കൃതത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഇന്ത്യയിൽ ആകെ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. ഒഡിയയ്ക്കാണ് അവസാനം ലഭിച്ചത് 2014. മലയാളത്തിന് 2013 മെയ് 23 ലഭിച്ചത്. ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത ആരാണ്? ആനി ബസന്ത് ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിത. ആദ്യമായി മെയ് ദിനം ആഘോഷിക്കപ്പെട്ട നഗരമാണ് ഷിക്കാഗോ. ഷിക്കാഗോയിലാണ് ആദ്യമായിട്ട് മെയ് ദിനം ആഘോഷിച്ചത്. വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ രചിച്ചത് ആരാണ്? RK നാരായൺ. ബ്രൗൺ കോൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പൊ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദികളാണ് നർമ്മദയും താപ്തിയും. അതായത് റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന 2 നദികളാണ് നർമ്മദയും താപ്തിയും. അറബിക്കടലിൽ പതിക്കുന്നു. ക്രാക്കത്തോവ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് ക്രാക്കത്തോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. യുറേനിയം ആദ്യമായി വേർതിരിച്ചത് യൂജിൻ പെലിഗോട്ട് ആണ് യുറേനിയം ആദ്യമായി വേർതിരിച്ചത്. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ ഇക്ത സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? മുഹമ്മദ് ഗോറിയാണ് ഇന്ത്യയിൽ ഇക്ത സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത്. മുഹമ്മദ് ഗോറി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 12,500 സീരീസ് നമ്മൾ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി കുറച്ച് സ്പീഡാക്കി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്